ഹലോ മച്ചാമാരെ, നമുക്കിന്ന് കിട്ടിയെന്ന് അടിപൊളി മത്തിയാണ് കേട്ടോ. മത്തി എന്ന് വെച്ചാൽ ഒരു ഒന്നാം തരം മത്തിയായിരുന്നു. കിലോ മത്തി എന്ന് പറഞ്ഞാൽ പൊന്നും വില കൊടുത്താൽ മത്തി മേടിച്ച കേട്ടോ. മത്തിക്ക് കിലോ 300 രൂപ. അങ്ങനെ 300 രൂപ കൊടുത്ത് മേടിച്ച മത്തിയാണിത്. ഇനി വില എവിടം വരെ പോകുമെന്നറിയാം. വെളിച്ചെണ്ണയ്ക്ക് വില തന്നെ 460 രൂപയായി. പിന്നെ ഈ മത്തി കയറി ഇവിടെ പോകുന്ന 450 കിടന്ന മത്തിയാണ്. ഈ മത്തിയും വെളിച്ചെണ്ണയുടെ മത്സരമാണ് അതെനിക്ക് തോന്നുന്നത്. രണ്ടും കൂടെ വറക്കാനെടുക്കുന്നത്, രണ്ടും കൂടെ വറക്കണമെങ്കിൽ 1000 രൂപ വേണം. ഒന്ന് ആലോചിച്ച് നോക്കി മത്തിയുടെ അവസ്ഥ. പരിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കുറച്ച് വറക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി വെക്കാനും. കറി വെക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ചടങ്ങ് കേട്ടോ. ഇവിടെ കരണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അരച്ചെടുത്തത്. അരച്ച് അടിപൊളിയാക്കി വൃത്തിയാക്കി അല്ല നമ്മുടെ കല്ലിൽ അരച്ച കേട്ടോ. കല്ലിലൊക്കെ അരച്ച് തിന്നിട്ട് എത്ര കാലമായി. ഇപ്പം മിക്സി വന്നതിന് ശേഷം നമുക്ക് കരണ്ടില്ലെങ്കിൽ ഭക്ഷണമില്ല. പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് ഇതെല്ലാം അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് കറി വെക്കാൻ എടുത്തിട്ടോ. കറി വെക്കുന്നതിനിടയ്ക്ക് ഒരു മത്തി വറുത്തത് അത് ചാടി വന്നു. അപ്പോൾ അങ്ങോട്ട് അരപ്പൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന അപ്പം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പം മത്തിയുടെ വറക്കാനുള്ള മസാല അങ്ങോട്ട് പുരട്ടുക. അടിപൊളി നല്ല കൊഴുത്താണ്ട് അല്ലാണ്ട് അടാറും മത്തിയാണ് കേട്ടോ. അങ്ങനെ മത്തി അങ്ങനെ വറക്കാനുള്ള റെഡിയാക്കിയൊക്കെ വെച്ചു. അപ്പോൾ മീൻകറി അവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക് മീൻകറി അടിപൊളിയായി. നെയ്യൊക്കെ അങ്ങോട്ട് ഇറങ്ങി നമുക്ക് അവിടെ മത്തി അങ്ങോട്ട് വറക്കാം. കരിയാപ്പില അതിട്ട് വെള്ളത്തോടെ ഇട്ടു. അതായത് ഈ പൊട്ടിത്തെറിക്കുന്നത് മത്തി അങ്ങോട്ട് വിടുക. 1 ഇട്ട് 2 ഇട്ട് 3 ഇട്ട് പോരട്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിഞ്ഞിലിട്ട് ഇനി നമുക്കിത് മസാല അങ്ങോട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അപ്പോൾ നമുക്ക് തിരിച്ചിടുന്നൊരു ചടങ്ങുണ്ട്. അതാണ് സീന്. ഇളകി വരാതെ വേണം തിരിച്ചിടാൻ. അടുക്കി പിടിക്കാതെ മിണ്ടാതെ ഉരിയാടാതെ. എൻ്റെ മത്തി അത്ര മോശമൊന്നുമല്ല കേട്ടോ. എന്താ തിളപ്പ് തിളയ്ക്കണം. എന്താ ഇനി അങ്ങോട്ട് ചോറങ്ങോട്ട് കുഞ്ഞ മത്തി അങ്ങോട്ട് എടുക്കുക. ചാറങ്ങോട്ട് ഒഴിക്കുക. അങ്ങോട്ട് ഇളക്കുക. ഞാൻ ഒരുപാട് കറി എടുക്കത്തില്ല. എന്ന് വെച്ചാൽ ചാറ് മുളകായോണ്ടേ വയറിന് അങ്ങോട്ട് പ്രശ്നമാണ്. രാവിലെ അങ്ങോട്ട് പ്രശ്നമാണേ. അതുകൊണ്ട് മുളക് എടുക്കുന്നില്ല. ശകലം അങ്ങോട്ട് പരിഞ്ഞെടുക്കുക. ശകലം മത്തി വറുക്കി എടുക്കുക. മത്തി അങ്ങോട്ട് വറുത്തിട്ട് അതൊരു ശകലം ചോറെടുക്കുക. അങ്ങോട്ട് തിന്നുക. കൊണാന്നിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് അങ്ങോട്ട് തിന്നുക. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൻ്റെ കൂടെ സാമ്പാർ അങ്ങോട്ട് ഒഴിച്ച് ഒരു സാമ്പാർ വേണം. ആ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നേ ടേസ്റ്റ് കേട്ടോ. അമ്മയെടുത്ത് പറഞ്ഞ് സാമ്പാർ എടുക്കാൻ പറയും. സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചാണല്ലോ ഒരു പ്രത്യേകം. സാമ്പാർ മീൻചാറ് ഇത് രണ്ടും കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മോരുണ്ട്, പിന്നെ കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറും മീൻചാറും. ഇപ്പോൾ സാമ്പാർ അങ്ങോട്ട് ഒഴിക്കാം. സാമ്പാർ കൊണ്ട് എന്താ ടേസ്റ്റ് എന്നറിയാമോ? എൻ്റെ പൊന്നോ രക്ഷയില്ല. എനിക്കത് വേറൊരു കറിയും വേണമെന്നില്ല. സാമ്പാറും മീൻചാറും ഇതുകൊണ്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചോറുണ്ടാവും. ഒരുപാട് കൊഴുത്ത സാമ്പാറാവരുത് കേട്ടോ. ഒരു മിനിമം. ഒരുപാട് കൊഴുത്ത അത്രയ്ക്ക് രസമില്ല. ഒരു മിനിമം നല്ല കൊഴുപ്പുള്ള സാമ്പാർ ഇട്ടെടുക്കുക. കഴുകി വെക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫുഡ്. ഇന്നത്തെ ഫുഡ് കേട്ടോ. പരിഞ്ഞിലുള്ള മത്തിയൊക്കെ ഇത്ര കാലമായി കൂട്ടിയിട്ടെന്നറിയോ. എനിക്കത് ഇവിടെ നിന്ന് കയറ്റിയെല്ലാം വിടുവാൻ തോന്നുന്നത്. വെളിരാജ്യത്തോട്ട് വല്ലോ അത് നമുക്കൊന്നും കിട്ടാതെ വരുന്നത്. അത് ഇവിടെ എന്താ വിലയാ മത്തിക്കൊക്കെ. എന്താ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. ഇത് വല്ലാതെ ടേസ്റ്റാണ്. സാമ്പാറും മീൻചാറോടെ എനിക്ക് ഒത്തിരി നാൾക്ക് ശേഷം ഇത്രയും വലിയൊരു മത്തി കിട്ടിയിട്ട് ഇതിൻ്റെ സന്തോഷമായിരുന്നു. ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് എത്ര കാലമായി. പണ്ടങ്ങനെ നെയ്മത്തിയൊക്കെ ഇഷ്ടം 100 രൂപയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരു കിറ്റ് മത്തി 100 രൂപയ്ക്കൊക്കെ. ഇപ്പൊക്കെ എന്ത് ഇതിൻ്റെ പുറകെ മത്തിയുടെ പുറകെ നടക്കണം. മത്തി എവിടെ ഇതൊക്കെ. മത്തിയുടെ മോനും എത്ര നാളായി. എൻ്റെ ദൈവമേ, എന്തോ ചെയ്യുന്നൊരു പിടുത്തമില്ല. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മുടെ സിംബ നോക്കിയിരിക്കുക കേട്ടോ. സിംബ ഇങ്ങനെ വിശന്നിരിക്കുക അവിടെ. ഞാൻ കഴിക്കുന്നതൊക്കെ കണ്ടോണ്ട് അവനോട് ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ടോ നോക്കിക്കൊണ്ട്. കത്തേടി കൂടി വരുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം. ചോറ് ഞാൻ ഒറ്റയ്ക്ക് ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ. ഷോറെന്ന് വന്നേച്ച് കേട്ടോ. സോറി, ചോറെന്ന് വന്നാൽ ഷെയർ എന്ന് പറയുമ്പോൾ ഷോറ് കൂടെ അതിൻ്റെ കൂടെ കയറി. അപ്പോൾ ഷോറും ഷെയറും രണ്ടും ഒരുമിച്ചായിപ്പോയി. ചോറും ഷെയറൂടെ ചേർമിച്ചപ്പോൾ ഷോറായിപ്പോയി. എന്താ ചെയ്യുക അല്ലേ. എൻ്റെ ഒരു കാര്യം എന്നെ അങ്ങ് സമ്മതിക്കണം.
ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒറ്റൊരു ഇതായിപ്പോയില്ലേ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ ബായ്, ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ കഴിഞ്ഞു സംഭവം. ടാറ്റ ബൈ, സി യു.